ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2026 സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു ഫീല് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ചില വർഷങ്ങളിൽ അങ്ങനെയാണ്. തുടങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മൾ വിചാരിച്ച ഒന്നും നടക്കില്ല. ജനുവരി മാസം എനിക്ക് കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല, അത്രയും ഫാസ്റ്റായിട്ട് കഴിഞ്ഞു പോയി. ഒന്നാമത്തെ കാര്യം പെരുന്നാളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ ഫങ്ഷൻസും അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സമയം പോയി തന്നെ അറിഞ്ഞില്ല. ഒരു കാര്യം റുട്ടീനായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനും തോന്നുന്നില്ല. ഇപ്പോൾ ഫെബ്രുവരിയിലെത്തിയപ്പോഴോ ആ ഒരു സ്ലോ ഇപ്പോഴും ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ വന്ന് ഇരിക്കാനാണ് തോന്നുന്നത്. ഈ ജോലിക്ക് പോകുന്നവർക്കായാലും എല്ലാം ചെയ്ത് അങ്ങോട്ട് ജോലിക്ക് പോയി അവിടെ പോയി പിന്നെ നിൽക്കാതെ നിവൃത്തിയില്ലല്ലോ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടും പറ്റില്ലല്ലോ. എന്നാലും ആ ഒരു ആദ്യത്തെ ഒരു എനർജി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യണില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നും അത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് എന്നോട് തന്നെ ഞാൻ സംസാരിക്കുന്നൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ് നമുക്ക് ഇത്ര മടി അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നാത്തത്, അതിൻ്റെ റീസൺ എന്താണെന്ന് പതുക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് ഞാനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കറിയാം ഡിസംബർ മാസം ഞാൻ ക്രിസ്മസ് ക്രിബിൻ്റെ പണികളും അങ്ങനത്തെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ല തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി മാസം ആയപ്പോൾ ഫംഗ്ഷൻസും അതിൻ്റെ കൂടെ തന്നെ പെരുന്നാളുടെ തിരക്കും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ചെയ്യുന്ന റുട്ടീനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുമാത്രമല്ല, നമ്മൾ വേറെ കാര്യങ്ങൾ ബിസി ആയപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധ കുറഞ്ഞു. അപ്പോൾ ആ പണികളൊക്കെ പെൻഡിങ് ആയിട്ട് ഒരുപാട് ജോലി ഇപ്പോൾ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. രണ്ടാമത്തെ ഒരു കാര്യം, പല അസുഖങ്ങൾ വന്നിട്ട്, അതായത് ഇപ്പോൾ ചുമ പനിയൊക്കെ വന്നു. ഡിസംബർ മാസം നല്ല തണുപ്പായിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പോഴേക്കും മിക്കവർക്കും ജനുവരിയൊക്കെ ആയപ്പോഴേക്കും വയ്യായികൾ വന്നു. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറ്റിപ്പോയത്. ഇതുപോലെ വയ്യായും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് ചെയ്തു തീർക്കേണ്ട കുറേ ജോലികളുണ്ട്, വയ്യായും വന്നു, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം കൂടി തിരക്കടിച്ച് നമ്മൾ ഉറക്കുളച്ചൊക്കെ പല പണികളും ചെയ്യേണ്ടിയും വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ടയേർഡായി ശരിക്കും പറഞ്ഞാൽ ബോഡി. മൂന്നാമതായിട്ട്, ഇത് നമ്മൾ ചിലപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ മനസ്സിന് വിഷമം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ റുട്ടീനൊക്കെ പൂട്ടോ. കാരണം നമ്മുടെ മൈൻഡ് ക്ലിയർ ആയാലാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലൂടെ വരുമ്പോഴും കുറേ ചിന്തകൾ വരുമ്പോഴും നമുക്ക് ജോലികൾ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ ജോലികൾ ചെയ്യാൻ തോന്നാത്തതിൻ്റെ വേറൊരു റീസൺ, നമ്മുടെ ബ്ലഡ് ലെവൽസിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ HB കുറവ്, അതായത് ബ്ലഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഉഷാറുണ്ടാവില്ല കാര്യങ്ങൾ ചെയ്യാൻ. പണികളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും തലചുറ്റും അങ്ങനത്തെ ഫീലൊക്കെ വരും. അതുപോലെ തന്നെ വിറ്റാമിൻ D കുറവാണെങ്കിലും നമുക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും, ഭയങ്കര ദേഷ്യം വരെ ഇറിറ്റേഷൻ വരെ, ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. അങ്ങനെ കുറേ സിംറ്റംസ് അതിനുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മളിതൊന്നും തിരിച്ചറിയില്ല. അപ്പോൾ നമ്മൾ വിറ്റാമിൻ Dയും അതുപോലെ നമ്മുടെ HB ഒക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വിറ്റാമിൻ Dയുടെ ടെസ്റ്റിന് കുറച്ച് വില കൂടുതലാണെങ്കിലും അതിൻ്റെ മരുന്നിന് കമ്പാരിറ്റീവ് വില കുറവാണ്. നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മാസമൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കയറി കിട്ടും. അപ്പോൾ നമുക്ക് ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ പോയി ഇത്തിരി കൂടി എനർജി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മടി പിടിക്കാതെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ ശ്രദ്ധിച്ചാൽ പിന്നെ കുറേ നാളത്തേക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. ഇനി രണ്ടാമതായിട്ട്, എനിക്ക് എനർജി ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുക? അങ്ങനെ കുറച്ച് ദിവസം എനർജി ഇല്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ എനർജി തിരിച്ചു വരികയും വീണ്ടും ആ പഴയ റുട്ടീനിലോട്ട് വരാൻ എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം ഫുഡിൻ്റെ കാര്യമാണ്. ഫുഡ് എന്തായാലും ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷേ അതെപ്പോഴും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് നോക്കുക, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൈമിൽ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും എളുപ്പത്തിലുള്ള ഭക്ഷണം, അതായത് ഇപ്പോൾ പരിപ്പ് കറിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എളുപ്പപ്പണി ഭക്ഷണം. അപ്പോൾ നമുക്ക് ചോറിന് പരിപ്പ് കറിയും ഒരു അച്ചാറോ അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ എളുപ്പത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പല വെറൈറ്റീസ് ട്രൈ ചെയ്യുക. ഇവർക്കിനി വിഷമാവോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ പോയി കഴിയുമ്പോൾ നമുക്കൊരു എനർജി ഇല്ല, അതിൻ്റെ കൂടെ നമുക്ക് ഇറിറ്റേഷനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യുക. രണ്ടാമതായിട്ട്, വീടിൻ്റെ ക്ലീനിങ് പണികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഈ സമയങ്ങളിൽ ഡീപ്പ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. കാരണം നമുക്ക് സ്വസ്ഥതയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ക്ലീനായിട്ട് വീട് ഇരുന്നിട്ട് കാര്യമില്ല. മൈൻഡ് ഇറിറ്റേറ്റഡ് ആണെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ റുട്ടീനിലോട്ട് വരാനായിട്ട് പറ്റില്ല. മൂന്നാമതായിട്ട്, കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾക്ക് ഓവർ സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അവർ ഇനി അവിടെ എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിന് കുറച്ച് ദിവസമൊക്കെ അവരും അങ്ങനെ നടക്കട്ടെ. നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരവരെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും നിൽക്കണ്ട. 2-3 ദിവസം നമ്മളൊന്ന് സ്ലോ ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമല്ലോ.
ഇനി ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാനിങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി കിട്ടുന്ന ഫ്രീ ടൈം സൈലൻ്റ് ആയിട്ട് പുറത്ത് പോയി മിണ്ടാതെ അവിടെ എങ്ങനെ ഇരിക്കും, പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിരിക്കും. ഫോൺ കുറച്ച് നേരമൊക്കെ നോക്കും, പക്ഷേ അധികമായിട്ട് ഫോൺ നോക്കിയാലും നമുക്ക് ഇറിറ്റേഷനാണ്, അപ്പോൾ അധികം നോക്കില്ല. അങ്ങനെ കുറച്ച് ലേസി എന്ന് പറയാം, ഒന്ന് മടി പിടിച്ചിങ്ങനെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ കുറച്ച് ദിവസമൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് എൻ്റെ എനർജി പതുക്കെ വരും. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഞാൻ കുറച്ചൊക്കെ നേരം അധികം ഉറങ്ങി എൻ്റെ കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്തു. ഇപ്പോൾ ദേ വീണ്ടും ഞാൻ ഇന്ന് മുതൽ രാവിലെ എൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പഴയ എനർജിയൊക്കെ തിരിച്ചു വരും. മൂന്നാമത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അമ്മമാർക്ക് ഇത്തിരി കൂടുതലാണ്. അതായത് ഭയങ്കര കുറ്റബോധം പോലത്തെ ഒരു ഫീൽ. അതായത് നമ്മൾ എന്തൊക്കെ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇട്ടാലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രഷറാണ്, ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല, വീട് വൃത്തിയായിട്ട് കിടന്നിട്ടില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കില്ലേ ഞാൻ വീടൊന്നും വൃത്തിക്ക് സൂക്ഷിക്കാത്ത ആളാണ്, ഞാൻ ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാക്കാത്ത ആളാണ്. ചിലപ്പോൾ അങ്ങനത്തെ ദിവസമായിരിക്കും ഗസ്റ്റ് പോലും ചിലപ്പോൾ വരിക. അപ്പം നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും, അയ്യോ ഇത്രയും ദിവസമൊക്കെ മര്യാദയ്ക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ കുറച്ച് ദിവസം മടി പിടിച്ചപ്പോഴേക്കും ആകെ എല്ലാം കൂടി കുളമായല്ലോ എന്നൊരവസ്ഥ പലപ്പോഴും എനിക്കങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അസ്വസ്ഥത നമ്മളെല്ലാം അമ്മമാർക്ക് ഉള്ളിൽ തോന്നണതാണ്. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എല്ലാം നന്നായിട്ടൊക്കെ ചെയ്യണം, നമ്മുടെ മക്കൾക്ക് നല്ലൊരു അമ്മയായിരിക്കാം, വീട്ടിൽ നന്നായിട്ട് ഫുഡൊക്കെ വെക്കണം, വീടൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കണം എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ മടി പിടിക്കുന്ന സമയത്ത് വരുന്നൊരു ഭയങ്കര ഒരു എന്താ പറയുക വിഷമം വരുന്ന ഫീലിംഗ് ആണ് ഈ ഒരു കുറ്റബോധം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് ദിവസം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തു എന്ന് വെച്ചിട്ട് അവിടെ ഉണ്ടാവാൻ പോണ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവട്ടെ. കാരണം നമ്മൾ റെസ്റ്റ് എടുക്കാണ്ട് നമുക്ക് വയ്യായി വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ട്, അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ കുറേ അധികം ദിവസം നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ ഞാനൊരു പൊട്ട അമ്മയായോ ഇത്ര ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്യാണ്ടായിപ്പിക്കും, എല്ലാവരും എന്ത് വിചാരിക്കും, ഞാൻ എല്ലാ നേരം ഇങ്ങനെയാണെന്ന് എല്ലാവരും വിചാരിക്കുമോ എന്നിങ്ങനെയുള്ള അമിത ചിന്തകൾ കുറയ്ക്കുക. അപ്പോൾ എനിക്കും പറയാൻ ഈസിയാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ ഞാനും ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കുള്ള ഫീലിംഗ് ആണെന്ന് പറഞ്ഞു എന്നുള്ളൂ. കാരണം എല്ലാവരും ചിലപ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ട് ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാൻ നോക്കുക, അതായത് കുറേ കാര്യം ചെയ്യാനായിട്ട് കിടന്ന് ശ്രമിക്കുക. ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ കുറ്റബോധം തോന്നാതിരിക്കുക, നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള അങ്ങനത്തെ ചിന്ത, ആ ഒരു പെർഫെക്ഷൻ ആക്കണം എന്നുള്ള ചിന്തയും കളഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുക. നമ്മുടെ ലൈഫിൽ ചില ദിവസങ്ങൾ മടി പിടിച്ചിരിക്കേണ്ട ദിവസങ്ങളുണ്ട്, അങ്ങനത്തെ ദിവസം മടി പിടിച്ചിരിക്കുക. ആ ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ കുറേ ചിന്തകളൊക്കെ വരിക, നമുക്ക് പുതിയ ഐഡിയാസൊക്കെ വരാം കേട്ടോ മടി പിടിച്ചിരിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇപ്പം എനിക്കിതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ കുറേ പേർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണാൻ വന്ന് നിങ്ങൾക്കും ഇതേപോലെ തന്നെ മടിയും മടുപ്പൊക്കെ തോന്നുന്നതുകൊണ്ടാണല്ലോ അത് മാറ്റിയെടുക്കാമെന്ന് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് അതൊക്കെ മാറ്റിയെടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് റിലാക്സ് ആയിട്ട് നമ്മുടെ ഡേ പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ടഫായിരിക്കും, അപ്പോൾ നമുക്ക് സങ്കടമാവില്ലേ. അത് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും എക്സാം ടഫായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ആശ്വാസം, എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെയാണല്ലോ എന്നറിയുമ്പോൾ. അതുപോലെ തന്നെയാണ് എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും, എന്നെപ്പോലെ തന്നെ ഫീൽ ചെയ്യുന്ന വേറെ ആളുകളുണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ നമുക്കും അതൊരുമിച്ച് മാറ്റിയെടുക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.